നമ്മുടെ ഭക്ഷണത്തിൽ പലപ്പോഴും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചേരുവയാണ് ഉപ്പ്. എന്നാൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകാരോഗ്യ സംഘടന ഉപ്പിന്റെ ഉപഭോഗത്തെക്കുറിച്ച് ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാരണം മോശം ഭക്ഷണക്രമം മൂലമുണ്ടായ 8 ദശലക്ഷം മരണങ്ങളിൽ 2 ദശലക്ഷത്തോളം പേരിലും ഉയർന്ന സോഡിയം ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. റിപ്പോർട്ടനുസരിച്ച് ആരോഗ്യമുള്ള ഒരു വ്യക്തി സോഡിയം കൂടുതലായി കഴിക്കുന്നത് ശരീരത്തിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടാനും ഇടയാക്കുമെന്ന് പറയുന്നു. ഉപ്പിലെ പ്രധാന ഘടകമാണ് സോഡിയം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് നിലനിർത്തുന്നതും സാധാരണ കോശങ്ങളുടെ പ്രവർത്തനം ഉറപ്പാക്കുന്നതും ഉൾപ്പെടെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ സോഡിയത്തിനുണ്ട്. എന്നിരുന്നാലും അധിക അളവിൽ സോഡിയം ശരീരത്തിലെത്തുന്നത് ഹൈപ്പർ ടെൻഷന്റെ അപകട സാധ്യതയിലേക്ക് നയിക്കുകയും തുടർന്ന് സ്ട്രോക്ക്, ഹൃദയപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. മിക്ക ആളുകളും ഉപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് ഒട്ടും ബോധവാന്മാരാകുന്നില്ല. എന്നിട്ടും ആഗോളതലത്തിൽ 1 ദശലക്ഷത്തോളം ആളുകൾ ഓരോ വർഷവും ഉപ്പ് അമിതമായി കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന ഹൃദയാഘാതം, വൃക്കരോഗങ്ങൾ എന്നിവയാൽ മരണപ്പെടുന്നുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഹൃദ്രോഗങ്ങൾ മാത്രമല്ല, സോഡിയത്തിന്റെ അമിതമായ ഉപയോഗം ഗ്യാസ്ട്രിക് ക്യാൻസർ, അമിതവണ്ണം, കരൾ രോഗം, വിട്ടുമാറാത്ത വൃക്കരോഗം തുടങ്ങിയ അവസ്ഥകളിലേക്കും നയിക്കും. സംസ്കരിച്ച മാംസം, റൊട്ടി, ചില പാലുൽപ്പന്നങ്ങൾ തുടങ്ങി പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് ആളുകൾ പ്രതിദിനം 5 ഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പിന്റെ ഉപഭോഗം നടത്താവൂ. അതായത് ജനസംഖ്യയുടെ ശരാശരി ഉപഭോഗം ആ നിലയ്ക്ക് താഴെയായിരിക്കണം. ഉപ്പ് അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് WHO അടിവരയിടുന്നു. കാരണം സോഡിയം ജലത്തെ ആകർഷിക്കുന്നതിനാൽ വളരെയധികം ഉപ്പ് കഴിക്കുമ്പോൾ അതിനെ നേർപ്പിക്കാനായി ശരീരം കൂടുതൽ ജലത്തെ നിലനിർത്തേണ്ടതായി വരുന്നു. ഇത് രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഒടുവിൽ രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും. രക്താതിമർദ്ദം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയസംബന്ധമായ അസുഖങ്ങളുടെ ഒരു പ്രധാന കാരണമാണ്. രക്താതിമർദ്ദം മൂലം ധമനികളുടെ ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഇവ ഇടുങ്ങിയതാവുകയും വഴക്കം കുറയുകയും ചെയ്യുന്നത് വഴിയാണ് ഹൃദയത്തിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നത്. ഇത് കൊറോണറി ആർട്ടറി രോഗം, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കുന്നു.